ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നാൽപ്പാമരാതി കേരം ഗോഡ് മിൽക്ക് സോപ്പാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇതിൻ്റെ തന്നെ സെയിം ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞാലോ. നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സോപ്പാണ് ഈ നാൽപ്പാമരാതി ഗോഡ് മിൽക്ക് സോപ്പ്. കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്, ഓയിലി സ്കിന്നാണ്, വേഗം പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഖത്ത്, അത് മാറാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ നാൽപ്പാമരാതി സോപ്പ് അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചാർക്കോൾ സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും പിന്നെ തന്നെ ആലോവേരയും മഞ്ഞളും സോപ്പ് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും നല്ലതായിട്ട് ഫലപ്രദമായത് ചില കസ്റ്റമർക്ക് ഗോഡ് മിൽക്ക് നാൽപ്പാമരാതി സോപ്പാണ്. കാരണം 3 സോപ്പ് ഉപയോഗിച്ചിട്ടും അതിൽ ഏറ്റവും റിസൾട്ട് അവർക്ക് കിട്ടിയത് ഈ ഒരു സോപ്പാണ്. പക്ഷേ ചില സ്കിന്നുകാർക്ക് അത് ഓയിലി സ്കിന്നാണെങ്കിലും ചിലർക്ക് ഇത് പിടിക്കത്തില്ല. പക്ഷെ ചില സ്കിന്നുകാർക്ക് ഇത് തന്നെ ആയിരിക്കും ബെറ്റർ ആവുക. അങ്ങനെ ഒരുപാട് കസ്റ്റമറെ നമുക്ക് കിട്ടി, അവർക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോട് തന്നെ എടുത്ത് ചോദിക്കുകയും ചെയ്ത്, ഇതിൽ ഏത് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ നാൽപ്പാമരാതി കേരം ഗോഡ് മിൽക്ക് ചെയ്ത് ആ ഒരു സോപ്പിനാണ് കിട്ടിയതെന്ന്. അപ്പോൾ അവർ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മളോട് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ, ആ റിവ്യൂവും കാര്യങ്ങളും എല്ലാം വെച്ചൊരു വീഡിയോ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ഗോഡ് മിൽക്ക് സോപ്പ് ബേസാണ്. സൾഫേറ്റ്, സൾഫർ, പാരബൺ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഗോഡ് മിൽക്ക് ബേസാണിത്. ഇത് നമുക്ക് 1 കിലോ തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഏകദേശം 1 കിലോ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിന് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഗോഡ് മിൽക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര നേരം ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണമെന്ന്. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ ഒരു ഗോഡ് മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണം. നമുക്കിത് പതുക്കെ പതുക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ നാൽപ്പാമരാതി കേര സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗോഡ് മിൽക്ക് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മറ്റ് ജെല്ലുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ആകെ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ നാൽപ്പാമരാതി ആ ഒരു കേരം മാത്രമാണ്. ചില കുട്ടികളുടെ ദേഹത്തൊക്കെ ചൊറിഞ്ഞ് തടിക്കുന്നതും ചൊറിച്ചിലും അലർജി ആയ കുരുക്കളും കാര്യങ്ങളും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ ഒരു സോപ്പ് ഉപയോഗിക്കാൻ നല്ലതാണ്. അവരുടെ ദേഹത്തുള്ള ആ ചൊറിച്ചിലും ആ ഒരു കുരുക്കളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാമിൻ്റെ നാൽപ്പാമരാതി കേരം ഓയിലാണ്. എന്നുവെച്ചാൽ നാൽപ്പാമര കേരം. അപ്പോൾ ഒരു 100 ഗ്രാം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ്, അത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കപ്പിൻ്റെ അളവ് നോക്കണ്ട, 100 ഗ്രാം മാത്രമാണ് നോക്കിയാൽ മതി. ആ 100 ഗ്രാമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നിൽ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് ഇത് നന്നായിട്ട് ഉപയോഗപ്രദമാകും. കാരണം നാൽപ്പാമരാതി കേരം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ടെർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. കാരണം നാൽപ്പാമരാതി കേരത്തിനകത്ത് ടെർമറിക്കും കൂടി ഉൾപ്പെട്ടിട്ടാണ് വരുന്നത് ആ കേരം. അപ്പം നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ചാലോ. ഫ്രാഗ്രൻസ് വെച്ച് ഒരു 10 തുള്ളി അല്ലെങ്കിൽ ഒരു 20 തുള്ളിക്കുള്ളിൽ ഒഴിക്കാൻ. നമുക്ക് സ്മെല്ല് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 100 ഗ്രാം മോൾഡാണ്. ഇതിനകത്തേക്ക് നല്ല നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാമിന് മുകളിൽ പോകും സോപ്പ്. അപ്പോൾ കറക്റ്റ് ഒഴിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ട് തന്നെ ഒഴിക്കുക. നമുക്ക് 10 സോപ്പ് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതൊരു 9 സോപ്പേ കിട്ടിയുള്ളൂ. അത് മോൾഡിൽ നമ്മൾ നല്ലോണം നിറച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാമിന് മുകളിലേക്ക് വരും ഒരു സോപ്പിൻ്റെ വെയിറ്റ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും വന്നോ ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സോപ്പ് ഒഴിച്ച് ഒരു 3 മണിക്കൂറിന് ശേഷമേ നമ്മളിത് റിമൂവ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ എടുക്കരുത്. 3 മണിക്കൂറിന് ശേഷം ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് കിട്ടും. കണ്ടോ, എന്താ ഒരു സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കട്ടിയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. സൾഫേറ്റും സൾഫറും പാരബണും ഫ്രീ ആയിട്ട് വരുന്ന നമ്മുടെ ഗോഡ് മിൽക്ക് ബേസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബേസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിനകത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും.
നല്ല കട്ടിയുള്ള സോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. ഈ ഒരു ചാനലിൽ മൊത്തം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഷൈമാസ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകളും ഇതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അടുത്ത് ജെല്ലുകൾ അവൈലബിൾ ആണ്. കുക്കുംബർ ജെല്ല്, പപ്പായ ജെല്ല്, അലോവേര ജെല്ല്, ബീട്രൂട്ട് ജെല്ല് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ സോപ്പ് ബേസ് തന്നെ കൂൾമിൻ്റ് ഉണ്ട്, റെഡ് വൈൻ ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ 2 തരമുണ്ട്, അൾട്രാവൈറ്റ് സോപ്പ് ബേസ് ഉണ്ട്, ഗോട്ട് മിൽക്ക് ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട്. അപ്പോൾ ഏത് ബേസ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബേസുകളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ മോൾഡുകളും ഫ്രാഗ്രൻസുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. ഇതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ സോപ്പുകൾ തയ്യാറാക്കുക. ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരു ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഓക്കെ ബൈ, താങ്ക് യു.